അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്നല്ലേ, ചെമ്മീൻ ഇങ്ങനെ വെച്ചത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല. കാണാൻ നല്ല ഭംഗിയുണ്ടത്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ചെമ്മീൻ ഇതുപോലെ തോല് പൊളിച്ച് അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് പൊളിച്ചിട്ട് അതിൻ്റെ നാരൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്താണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി കുഴച്ചെടുക്കുക. ഈ രൂപത്തിൽ ഇതുപോലെ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി അടച്ച് വെച്ച് നമുക്ക് സ്റ്റൗവിൽ വെക്കാം. നന്നായി തിള വന്നിട്ടുണ്ട്. തിള വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ രൂപത്തിൽ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി. വലിയ വേവൊന്നുമില്ല ചെമ്മീന്, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പിലയിലെ വെള്ളമൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക. മീനിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. ഇടയ്ക്ക് വീണ്ടും ഇളക്കി കൊടുക്കുക. ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോഴേ എല്ലാ ഭാഗവും ഒരേപോലെ നമുക്ക് മൂത്ത് കിട്ടുള്ളൂ. ഇത് ഞാൻ നന്നായി മൂപ്പിക്കണില്ല, കുട്ടികൾക്ക് കൊടുത്തേക്കുള്ളത് തന്നെയാണിതും. അപ്പോൾ ഈ രൂപത്തിൽ അങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതേപോലെ പരത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ഞാൻ മൂപ്പിക്കണുള്ളൂ, ഇതിൽ കൂടുതൽ ഞാൻ മൂപ്പിക്കണില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതൊന്ന് പരത്തി വെച്ച് കൊടുക്കുക. പെട്ടെന്ന് ചൂടാറി കിട്ടാനാണ്. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ വിയർപ്പ് ഇറങ്ങിയിട്ട് ചീത്താവും. അപ്പോൾ ഈ രൂപത്തിൽ ബാക്കി കൂടെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമാണ് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്.